സയ്യിദുനാ റസൂലുള്ളാഹി. ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ, ഹരീസുൻ എന്നതിന് ആഗ്രഹിക്കുന്നയാൾ എന്നല്ല. ഹരീസുൻ എന്ന് പറഞ്ഞതിന്റെ പച്ചമലയാള അലച്ചീന, നല്ല അലച്ചുള്ള ആള്. മുത്തുനബിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു, അത്യാഗ്രഹമായിരുന്നു. ഏത്? മനുഷ്യൻ നന്നായി കാണാൻ മുത്തുനബിക്ക് വല്ലാത്ത മോഹമാണ്. സുബ്ഹാനല്ലാഹ്. വേദന അനുഭവിക്കുന്നവരെ ക്ഷമാശ്വസിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വേറെ ഒരാൾക്ക് നല്ലത് വന്ന് കാണാൻ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. എന്തിനാ അത് പറഞ്ഞത്? അത് ആദ്യം പറഞ്ഞതിൽ പെട്ടില്ലേ? ഇല്ല. തിരിച്ചറിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കണം എന്നില്ല, വേദനിച്ചെങ്കിലേ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയുള്ളൂ. ഈ മനുഷ്യനെ തിരിച്ചറിയാൻ ആളുകൾ ഉണ്ടാകും. വേദന തിരിച്ചറിഞ്ഞതിന്റെ ശേഷം പരിഹരിക്കാനും മനുഷ്യപ്പറ്റുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാകും. ഇപ്പോഴും ഉണ്ട് ലോകത്ത്, അല്ലെ? നാട്ടിലൊക്കെ സാന്ത്വന പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരാണ് നമ്മളൊക്കെ. പക്ഷേ ഒരു മൂന്നാം ഘട്ടം അത് ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. അതെന്താ? അവനെന്നും എന്റെ നക്കാപിച്ച കിട്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചോളുക, അവൻ എന്നേക്കാൾ ഉഷാറാകുന്നത് എനിക്കിഷ്ടല്ല. അത് അടുത്തൊരു സ്റ്റേജാ. അത് നമ്മളെ കൂട്ടത്തിൽ പലരും അങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് സഹായിച്ച ആളുകൾ, അയാളുടെ 2 മക്കള് ഗൾഫിൽ പോയി നല്ല ശമ്പളം കിട്ടി, അല്ലെങ്കിൽ ആ മക്കൾക്ക് എന്തോ വലിയ ബിസിനസ്സുകൾ ഇട്ട് അതൊക്കെ ഉഷാറായി, അയാൾ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു. എടാ, എൻ്റെ മക്കളെ പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ നീയാണ് അവരെ പഠിപ്പിക്കാൻ ക്യാഷ് തന്നത്, അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത്, അവർക്ക് ഫീസ് കൊടുത്തത്, അതുകൊണ്ട് ഇന്ന് എൻ്റെ മക്കൾ വലിയ ശമ്പളം വാങ്ങുന്നവരായി. ഇത് പറയുമ്പോഴേക്ക് ഇയാളെ മുഖം ഇങ്ങനെ മൂടിപ്പോവുകയാണ്, മങ്ങിപ്പോവുകയാണ്. കാരണം എന്താ? എന്നെക്കാളും ഉഷാറാകേണ്ടില്ലായിരുന്നു. അത് ഇഷ്ടമല്ല, അത് മനുഷ്യൻ്റെ ഒരു സോക്കേടാണ്, അടുത്തൊരു സോക്കേടാണ്. മുത്തുനബിക്ക് അങ്ങനല്ല. ആർക്ക് സ്വലാഹ് വരുന്നതും ഖൈറ് വരുന്നതും, ഹരീസുൻ അലൈക്കും എന്നതിന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ കൊടുത്ത വ്യാഖ്യാനം, ഐ